ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചൂസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ കറിയാണ്. വളരെ സിമ്പിളായിട്ട് 15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ചിക്കൻ കറിയാണ്. ഉള്ളി വഴറ്റ് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, ടൊമാറ്റോ പോലും ചേർത്തിട്ടില്ല, എന്നിട്ടും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ചിക്കൻ കറി വയ്ക്കുന്നത് അതെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ ചിക്കൻ്റെ അളവിനാണ് കാണിക്കുന്നത്. ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ചതച്ചതാണ് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കാനുള്ള ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളിയുടെ അളവ് നിങ്ങൾക്ക് അരപ്പ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 10-15 ചെറിയ ഉള്ളി ചെറിയ രീതിയിൽ ചതച്ചെടുത്തതാണ് ചേർത്തത്, കട്ട് ചെയ്തെടുത്തിട്ടില്ല, ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ മല്ലിയില, കറിവേപ്പില ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിനി പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ള, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, അതൊരു 1/2 ടേബിൾ സ്പൂൺ. അപ്പോൾ പെരുംജീരകം ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചിക്കൻ മസാല അതുപോലുള്ള ഒരു പൊടികളും ചേർക്കില്ല. നമ്മുടെ നാടൻ രീതിയിലത്തെ നല്ല അടിപൊളി നമ്മുടെ കയ്യിലുള്ള മസാലകൾ മാത്രമാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ഇനി വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ അരപ്പെല്ലാം കൂടി നമ്മുടെ ഈ എണ്ണയിലോട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി എല്ലാം കൂടി ഇതുപോലെ കൈ ഉപയോഗിച്ച് മിക്സ് ആക്കി കൊടുക്കുക. ഈ മിക്സ് ആക്കിയതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ചിക്കനിലോട്ട് മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ മസാല എല്ലാ ഭാഗത്തും ആകുന്ന രൂപത്തിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 2 ഗ്ലാസ് വെള്ളം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ വെള്ളത്തിലാണ് ഇതിന് ചിക്കൻ കറിയായിട്ട് വെന്ത് കിട്ടുന്നത്. ഇതിൽ ഇനി വേറെ ഒന്നും തന്നെ ചേർക്കില്ല. നമുക്ക് 2 ഗ്ലാസ് വെള്ളം നമുക്കിതിൽ ഒന്ന് ചേർത്ത് കൊടുത്ത്, അതായത് ഒരു മുങ്ങിക്കിടക്കുന്ന ലെവലിലോട്ട് ഇതുപോലെ ഇത്രയും വെള്ളമാണ് ഞാൻ ചേർത്ത് വയ്ക്കുന്നത്. ഇതുപോലെ മുങ്ങിക്കിടക്കണം, അത്രയും ഒരു പാകത്തിനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അടപ്പുകൊണ്ട് അടച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഏറ്റവും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഫസ്റ്റിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ രണ്ട് ഫ്ലെയിം ഓണാക്കുന്നുണ്ട്. നല്ല ഫ്ലെയിമിലോട്ട് ഇത് വെച്ച് കൊടുക്കുക. ഇനി നമ്മളിത് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇറച്ചിക്കറി നമ്മുടെ വെട്ടി തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾ തിളച്ചതിന് ശേഷം ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്തിന്, അതായത് ഇതുപോലെ ഇത്രയും ഇതായിട്ട് നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്തിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഓഫാക്കി ഇട്ടാൽ മതിയാകും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ചിക്കനൊക്കെ വെന്ത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഞാൻ 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോഴാണ് ദാണ്ട് ഇതുപോലെയാണ് കറി ഇരിക്കുന്നത്. നമ്മുടെ മീത എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത് അടിപൊളി കറി, ചാറോട് കൂടി, കുറുകിയ ചാറോട് കൂടിയുള്ള അടിപൊളി കറിയാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ഈ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എന്തായാലും വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും ഒരു ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് കേട്ടിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.